ഗുഡ് മോർണിംഗ്. ജയൽ ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ പുതിയ സിനിമയായ പാട്രിയോട്ടിനെ കുറിച്ച് പറയാനാണ്. ഒരു സാധാരണ വീട്ടമ്മയായ ഞാൻ വർഷത്തിൽ 1-2 സിനിമകൾ മാത്രം തിയേറ്ററിൽ പോയി കാണാറുള്ള ഞാൻ ഇന്നലെ ഈ സിനിമ പോയി കണ്ടതിന് കാരണം അതിൽ മോഹൻലാൽ മമ്മൂട്ടി കോംബോ എന്നുള്ളത് തന്നെയാണ്. ഒരു മോഹൻലാലിൻ്റെ ആരാധികയായ ഞാൻ മുന്നേ റിവ്യൂസ് ഒന്നും കാണാതെയാണ് പോയിരുന്നെങ്കിൽ നിരാശപ്പെട്ടേനെ. പക്ഷേ ഞാൻ ആവശ്യത്തിന് റിവ്യൂസൊക്കെ കണ്ടതിന് ശേഷമാണ് സിനിമ കാണാൻ പോയിട്ടുള്ളത്. ഇൻ്റർവെല്ലിന് ശേഷം മാത്രമാണ് മോഹൻലാൽ സിനിമയിലേക്ക് പ്രവേശിക്കുന്നത്. ഇതൊരു മമ്മൂട്ടി ഫിലിമാണ്. ഒരു വലിയ താരനിര തന്നെ ഈ സിനിമയിലുണ്ട്. മോഹൻലാൽ, മമ്മൂട്ടി, അതുപോലെ തന്നെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി, നയൻതാര, ദർശന, അങ്ങനെ ഒട്ടനവധി നല്ല നടന്മാരാണ് ഈ സിനിമയിലുള്ളത്. ഇത്രയും കലാമൂല്യമുള്ള താരങ്ങൾ ഈ സിനിമയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയം. അത് കലാമൂല്യമുള്ള താരങ്ങളെ കൊണ്ട് അവതരിപ്പിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും എല്ലാ ഫാൻസിനെയും തിയേറ്ററിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഫോർമുലയായിരിക്കും ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് തോന്നുന്നു. അല്ലാതെ വളരെ അഭിനയ പ്രാധാന്യമുള്ള ഒരു വിഷയം, വളരെ അഭിനയ തികവുള്ള കലാകാരന്മാരെ കൊണ്ട് അഭിനയിപ്പിച്ച ഒരു സിനിമയല്ല ഇത്. വളരെ പ്രമേയമാണ് പ്രധാനപ്പെട്ടത്. വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഇതിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് സൈബർ അറ്റാക്ക്, ഡേറ്റ ചോർച്ച, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ വളരെ സുപരിചിതമായി നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു സാധാരണക്കാർ എന്ന നിലയിൽ ഒരു പക്ഷേ നമ്മളത് നേരിട്ട് അതിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിക്കാൻ സാധ്യതയില്ല. നമ്മൾ പത്രങ്ങളിലൂടെയും ടി വികളിലൂടെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇത്തരം മെസ്സേജുകൾ. പല പയ്യന്മാരും അതേപോലെ യുവാക്കൾ ലോൺ ആപ്പുകളിലൊക്കെ പെട്ടിട്ട് പിന്നീട് പണം തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ ഇവരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഭീഷണികളെ നേരിടാനാവാതെ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നതും ആത്മഹത്യ ചെയ്യുന്നതും അതുപോലെ തന്നെ നാട് വിട്ടു പോകുന്നതൊക്കെ നമ്മൾ ഈയിടെ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടു. അപ്പോൾ ഇത് വളരെ കാലിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും ഈ സിനിമ പോയി കാണണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. വളരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഈ സിനിമ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. ഇതൊരു ടെക് ത്രില്ലർ സിനിമയാണ്. വല്ലാതെ ഫാൻസിനെ കോരിത്തെരിപ്പിക്കുന്ന വലിയ അത്തരം വലിയ മാസ് എൻട്രികളോ ഡയലോഗുകളോ ഒന്നും കൂടുതലായിട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കില്ല. ഞാൻ തിയേറ്ററിൽ ഒരു തവണ മാത്രമാണ്, ഒരു ഫൈറ്റ് സീനിൽ മാത്രമാണ് മമ്മൂട്ടി ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ഒരു പ്രതികരണം, ആഹ്ലാദ പ്രകടനം കണ്ടത്. അതുകൊണ്ട് തന്നെ അത്തരം വലിയ ഫാൻസിനെ കോരിത്തെരിപ്പിക്കുന്ന സന്ദർഭങ്ങളൊന്നും പ്രതീക്ഷിക്കാതെ ഈ സിനിമ പോയി കാണുക. നല്ല ഒരു മെസ്സേജ് അല്ലെങ്കിൽ നല്ല ഒരു അവബോധം നമുക്ക് തരുന്ന ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ. അതുപോലെ തന്നെ എന്നെപ്പോലെ ഒരു സാധാരണക്കാരി വരെ നമ്മൾ ഈ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് വഴി നമുക്ക് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങൾ, ഒരു പക്ഷേ നമ്മൾ കോവിഡ് വന്നപ്പോൾ ക്വാറന്റൈനിൽ ഇരുന്ന പോലെ ഒരു ഡിജിറ്റൽ ബ്ലാക്ക് ഔട്ട് നമ്മുടെ സുരക്ഷയ്ക്കോ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കൊക്കെ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻസ് ഒന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്വാറന്റൈനിൽ നമ്മൾ അനുഭവിച്ചതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അനുഭവിക്കാൻ പോവുക, അല്ലേ? ഒരു പക്ഷേ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ, അത്തരം സാധ്യതകളിലേക്കൊക്കെ ഈ സിനിമ സാധാരണക്കാരെ കൊണ്ടുപോലും ചിന്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സിനിമ പോയി കാണുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.